മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ക്യൂ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. സ്റ്റുഡന്റ് ക്യൂ ടെസ്റ്റ് ആണെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ടിക്സൺ ക്യൂ ടെസ്റ്റ് നമ്മൾ അറിയപ്പെടാറുണ്ട്. ടിക്സൺസ് ക്യൂ ടെസ്റ്റ് ഇങ്ങനെയും നമ്മൾ അറിയപ്പെടാറുണ്ട്. ഇങ്ങനെയും ഇതിനെ അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇതൊരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. നമ്മൾ ഓൾറെഡി ടി ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ വരുന്ന ടെസ്റ്റ് തന്നെയാണ് സ്റ്റുഡന്റ് ക്യൂ ടെസ്റ്റ് അല്ലെങ്കിൽ ടിക്സൺസ് ക്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, എപ്പോഴാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്, ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ക്യൂ ടെസ്റ്റ് എന്നും എപ്പോഴാണ് അത് യൂസ് ചെയ്തത് നമുക്ക് നോക്കാം. തൊട്ടുമുന്നേ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ തൊട്ടുമുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടി ടെസ്റ്റ് ആണ്. അത് രണ്ട് മീനുകളെ പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അത് സെയിം ഗ്രൂപ്പിന്റെയും കമ്പയർ ചെയ്യാം, ഡിഫറെന്റ് ഗ്രൂപ്പിന്റെയും കമ്പയർ ചെയ്യാം. മീനുകൾ കമ്പയർ ചെയ്ത് ആ മീനുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നൾ ഹൈപ്പോത്തസിസ് ഒക്കെ എടുത്ത് അത് റിജക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിച്ച് ആ രണ്ട് ആൾക്കാരും തമ്മിൽ മീനുകൾക്കിടയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതായിരുന്നു ടി ടെസ്റ്റ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് എടുക്കുന്നത്. എന്താണ് ക്യൂ ടെസ്റ്റ് നമുക്ക് നോക്കാം. Q test, also known as Dickson's Q test, is a statistical tool used in analytical chemistry to identify and reject outliers from the small database. അത്രേ ഉള്ളൂ. നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുന്നു. എക്സ്പെരിമെന്റ് നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടില്ല. നമുക്ക് ഒരു 5-6 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടി. ആ വാല്യൂസിൽ നിന്നും ഏതൊക്കെ വാല്യൂസിനെ നമ്മൾ ഔട്ട്ലെയർ ആക്കണം, മീൻസ് അവസാനത്തെ വാല്യൂ ആക്കണം. മീൻസ് നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടി. ഫോർ എക്സാമ്പിൾ 2.3, 2.5, 2.7, 9.2, 8.3, then 3.7, ഇങ്ങനെ പല വാല്യൂസ് കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കാതിരുന്നത് 2.3, 2.5, 2.7, 3.7, 9.2, 8.3. അപ്പൊ ഈ 9.2 വരാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുന്നത്. ഞാൻ ഇതിനെ അങ്ങ് കളയുകയാണ്. അത് കളയണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഈ ക്യൂ ടെസ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ അങ്ങ് കളയരുത്. എന്ത് വെച്ചിട്ട് നോക്കുക, ക്യൂ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് അതേപോലെ ഏറ്റവും ചെറിയ വാല്യൂ 2.3 അല്ലേ, ആ വാല്യൂവിനെ നമ്മൾ റിജക്ട് ചെയ്യണോ അതോ അത് എടുക്കണമോ എന്നുള്ളത് നമുക്ക് എന്ത് വെച്ച് തീരുമാനിക്കാം, ക്യൂ ടെസ്റ്റ് വെച്ച് തീരുമാനിക്കാം. അപ്പൊ ഇതാണ് ക്യൂ ടെസ്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഡിക്സൺസ് ക്യൂ ടെസ്റ്റ് ആണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. ഔട്ട്ലയേഴ്സിനെ, അതായത് അവസാനത്തെ തുടക്കവും അവസാനം ആ വാല്യൂസ് ഏതൊക്കെ വരണം, ഏതൊക്കെ കളയണം, എടുക്കണോ വേണ്ടയോ, നമ്മൾ ചുമ്മാ ഇതിനെ കളയരുത്. ചിലപ്പോൾ നമുക്ക് വേണ്ടതായിരിക്കും, നമ്മൾ ബാക്കിയുള്ളത് ചെയ്തതായിരിക്കും തെറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അതിനെ കളയണോ വേണ്ടയോ തീരുമാനിക്കുന്നതാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. പർപ്പസ് ഓഫ് ക്യൂ ടെസ്റ്റ്. എപ്പോഴാണ് നമ്മൾ ക്യൂ ടെസ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നടക്കാൻ ഔട്ട്ലെയേഴ്സ് ഡിറ്റക്ഷൻ ആണ്. ഔട്ട്ലെയറുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് വാല്യൂവും എൻഡ് വാല്യൂവും ഏതൊക്കെ എടുക്കണം, ഏതിന്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ നിർത്തണം, ഏതിനെയൊക്കെ നമ്മൾ കളയണം, ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്യൂ ടെസ്റ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ഇഫ് ദി ലോവസ്റ്റ് ഓർ ഹയസ്റ്റ് വാല്യൂ ഇൻ സ്മാൾ ഡേറ്റ സെറ്റ്. എപ്പോഴും എന്താ ടേം സ്മാൾ ഡേറ്റ സെറ്റ് ഈസ് ആൻ ഔട്ട്ലയർ ആൻഡ് ഷുഡ് ബി ഡിസ്കാർഡ്. അപ്പം നമ്മുടെ സ്മാൾ ഡേറ്റ സെറ്റിൽ, ഒരു ചെറിയ ഡേറ്റ സെറ്റിൽ ഉള്ള വാല്യൂസ് ഔട്ട്ലെയർ ആണോ, അതിനെ റിജക്ട് ചെയ്യണോ, ഡിസ്കാർഡ് ചെയ്യണോ അല്ലെങ്കിൽ എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ടെസ്റ്റിന്റെ ബേസിലാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് ഈസ് ജനറലി യൂസ്ഡ് വെൻ യു ഹാവ് 3 to 10 ഡേറ്റ പോയിന്റ്സ്. 3 മുതൽ 10 വരെ ഡേറ്റ പോയിന്റ്സ് വരുമ്പോഴാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ക്യൂ ടെസ്റ്റിനെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ സ്മാൾ സാമ്പിൾ സൈസ്, ചെറിയ സാമ്പിൾ സൈസ്, വേർ എ സിംഗിൾ ഔട്ട്ലെയർ ക്യാൻ സിഗ്നിഫിക്കന്റ്ലി അഫക്ട് ദ റിസൾട്ട്. അവിടെ ഒരു സിംഗിൾ ഔട്ട്ലെയർ, നമ്മൾ വാല്യൂസ് എടുക്കുകയാണ് 2.1, 2.3, 2.7, 4.5, 2.9, 3.1 കണ്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഈ 4.5 കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ ആ 4.5 ഔട്ട്ലെയർ ആണ്, അത് വരാൻ പാടില്ല, അത് റിജക്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. പക്ഷെ നമ്മൾ ഓർക്കാതെ ഈ വാല്യൂസ് എല്ലാം എടുത്ത് മീനൊക്കെ കണ്ടുപിടിച്ചങ്ങ് എററൊക്കെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും വ്യത്യാസം വരും. അപ്പൊ അത് നമ്മുടെ റിസൾട്ടിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്ലെയേഴ്സ് സെറ്റ് ചെയ്യണം. ഏതൊക്കെ വാല്യൂസ് എടുക്കണം, ഏതൊക്കെ വാല്യൂസിന് ഇടയ്ക്കുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യണം, ആ ഇടയ്ക്കുള്ളതിനാണ് നമ്മൾ ഔട്ട്ലെയർ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഔട്ട്ലെയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കിടക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് റിജക്ട് ചെയ്യാം. മീൻസ് ഔട്ട്ലെയർ എനിക്ക് കിട്ടിയത് 3.1 ആണെന്ന് വിചാരിക്കാം. 3.1 മുകളിൽ ഏതൊക്കെ വാല്യൂസ് വരുന്നു അതിനെല്ലാം എനിക്ക് റിജക്ട് ചെയ്യാം. 4.5 ഞാൻ ഇനി എടുക്കണ്ട. അതിനൊക്കെ എനിക്ക് ലോവർ ഔട്ട്ലെയർ കിട്ടിയത് ഒരു 2.1 ആണെന്ന് വിചാരിക്കാം. 2.1 താഴെ ഏതൊക്കെ വാല്യൂസ് വന്നോ അതിനെല്ലാം നമുക്ക് റിജക്ട് ചെയ്യാം. അപ്പൊ ഒരു ഔട്ട്ലെയർ സെറ്റ്, അപ്പൊ നമ്മൾ എടുക്കുന്നത് 2.1നും 3.1നും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമാണ്. അപ്പൊ ഒരു ഔട്ട്ലെയർ സെറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂസിന് കുറച്ചുകൂടെ എന്താ സിഗ്നിഫിക്കൻസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ഡിക്സൺ ക്യൂ ടെസ്റ്റ് അല്ലെങ്കിൽ ക്യൂ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യമേ ഉള്ളൂ സംഭവം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളൊരു ഒരു ഒരു എന്താ ഒരു ഔട്ട്ലെയറിനെ സെറ്റ് ചെയ്ത് ഒരു എന്താ ഒരു ഒരു വാല്യൂ കുറച്ചും കൂടെ സിഗ്നിഫിക്കൻസ് കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ ക്യൂ ടെസ്റ്റിന്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി സ്റ്റെപ്സ് ഒക്കെ നോക്കാം. ഒന്നാമത് ഏതൊക്കെ സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ ഔട്ട്ലെയറിനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് കാൽക്കുലേറ്റ് ക്യൂ വാല്യൂവിന്റെ ഒരു ഗ്യാപ്പ് ബൈ റേഞ്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതല്ല, നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് സോർട്ട് യുവർ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ വാല്യൂസ്, ഒരുപാട് വാല്യൂസ് കാണുമല്ലോ, ആ വാല്യൂസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ മീൻസ് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്നും വലുതിലോട്ട് അറേഞ്ച് ചെയ്യുക. നമുക്ക് കുറെ വാല്യൂസ് കിട്ടുന്നുണ്ടായിരിക്കും, അതിനെ നമ്മൾ ചെറുതിൽ നിന്നും വലുതിലോട്ട് അറേഞ്ച് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്യൂ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ പോവാണ്. നമ്മൾ ഔട്ട്ലെയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. സോറി, മെയിനായിട്ട് നമുക്ക് 4 സ്റ്റെപ്പാണ് വരുന്നത്. 3 അല്ല 4 സമയം. ഡിസിഷൻ ഒരു സ്റ്റെപ്പാണ് നമുക്ക് പരിഗണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പേ വരുന്നുള്ളൂ നമുക്ക്. മെയിനായിട്ട് നമുക്ക് 3 സ്റ്റെപ്പ്, 4 സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നു. അത് ഏത് ഓർഡറിലാണ്? അസെൻഡിങ് ഓർഡറിലാണ്, അതായത് ചെറുതിൽ നിന്നും വലുതിലോട്ട് അറേഞ്ച് ചെയ്യും. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യൂ വാല്യൂ ആണ്. ക്യൂ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്യാപ്പ് ബൈ റേഞ്ച്. ഇതിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സസ്പെക്ടഡ് ഔട്ട്ലെയർ ആൻഡ് ഇറ്റ്സ് നിയറസ്റ്റ് നെയ്ബർഹുഡ് ഇൻ ദ ഡേറ്റാബേസ്. ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം കുറെ വാല്യൂസ് ഉണ്ട്, അസെൻഡിങ് ഓർഡറിൽ എഴുതി അതിനകത്തുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഏറ്റവും വലിയ വാല്യൂ എടുത്തു. അപ്പം ആ വാല്യൂസിന്റെയും തൊട്ടടുത്ത വാല്യൂസിന്റെയും ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് ഗ്യാപ്പ്. ഇനി റേഞ്ച് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് വാല്യൂ. നമ്മുടെ ഡേറ്റാബേസിലുള്ള ലാർജസ്റ്റും സ്മാളസ്റ്റും വാല്യൂസ് ഉള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. ഇത് വെച്ചിട്ട് നിങ്ങൾ ക്യൂ വാല്യൂ കണ്ടുപിടിക്കും. ക്യൂ വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യൂ വാല്യൂ കിട്ടും. പിന്നെ ക്യൂ വാല്യൂന്റെ നമ്മുടെ ക്യൂ ടേബിൾ ഉണ്ട്. ടി ടേബിൾ എന്ന് പറയുന്നത് ക്യൂ ടേബിൾ ഉണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്യൂ ടേബിൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഔട്ട്ലെയറിനെ എടുക്കണോ റിജക്ട് ചെയ്യണോ തീരുമാനിക്കും. നമുക്ക് ഡിസിഷൻ ഒക്കെ പിന്നെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുക, സ്മാളസ്റ്റ് ലാർജസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ക്യൂ വാല്യൂ കണ്ടുപിടിക്കും. ക്യൂ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഗ്യാപ്പ് ബൈ റേഞ്ച്. ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്ലെയർസും തൊട്ടടുത്ത വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. റേഞ്ച് എന്ന് പറയുന്നത് ആ ഡേറ്റാ ബേസിലുള്ള ചെറുതും വലുതും തമ്മിലുള്ള വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. എക്സാം എടുക്കുമ്പോൾ ക്ലിയർ ആവും. വേണമെങ്കിൽ എനിക്ക് ക്യൂ ടെസ്റ്റിംഗ് ഇങ്ങനെ എഴുതാം. ഞാൻ സ്മാളസ്റ്റ് ഔട്ട്ലെയറിനെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. സ്മാളസ്റ്റ് ഔട്ട്ലെയർ ഇതിനെ കണ്ടുപിടിക്കാനുള്ള ക്യൂ ടെസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ, സോറി, സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ മൈനസ് സ്മാളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മാളസ്റ്റ് വാല്യൂ. ഇതാണ് സ്മാളസ്റ്റ് ഔട്ട്ലെയർ. ഇനി ലാർജസ്റ്റ് ഔട്ട്ലെയർ ആവുമ്പോൾ ഞാൻ മുകളിലോട്ട് എഴുതാം. ലാർജസ്റ്റ് ഔട്ട്ലെയർ ആവുമ്പോഴത്തേക്ക് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മാളസ്റ്റ് വാല്യൂ. ഇതാണ് നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ രണ്ടിന്റെയും. ഈ മുകളിൽ കിടക്കുന്ന ആ ഡിഫറൻസിനാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. താഴെ കിടക്കുന്ന ഡിഫറൻസ് ഉണ്ട്, അതാണ് റേഞ്ച്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാബേസിൽ വലിയ വാല്യൂ ചെറിയ വാല്യൂ നമ്മുടെ ഡിഫറൻസ്. ഇത് ആദ്യത്തെ കിടന്ന സ്മാർട്ട് ഔട്ട്ലെയർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഏറ്റവും സ്മാൾ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം, കുറെ വാല്യൂസ് എടുക്കാം. എക്സാമ്പിൾ ആയിട്ട് നീളയിൽ എഴുതാം 2.1, 2.2, 2.3, 3.7, 4.5 ഇങ്ങനെയാണ് എനിക്ക് വാല്യൂസ് കിട്ടിയിരിക്കുന്നത്.
ഈ വാല്യൂസിലുള്ള ഔട്ട്ലെയർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 2.1ഉം 4.5ഉം ആണ്. ഇത് എടുക്കണോ വേണ്ടയോ എന്നാണ് ഞാൻ തീരുമാനിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഔട്ട്ലെയർ സെറ്റ് ചെയ്യണം. കാരണം ഞാൻ നോക്കുന്നത് 2.1, 2.2, 2.3, 3.7 വരെ അതും ഒരു ഔട്ട്ലെയർ ആക്കി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ വരെ 4.5 എനിക്ക് വന്നു. അപ്പൊ ഞാൻ ഇത് എടുക്കണോ, മീൻ കണ്ടുപിടിക്കാൻ, അത് റിജക്ട് ചെയ്യണോ എന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. അതിന് സ്മാൾ ഡേറ്റ അത് 2.1 തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് ക്ലിയർ ആക്കണമെങ്കിൽ ഞാൻ ക്യൂ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ എനിക്ക് ഔട്ട്ലെയേഴ്സ് കിട്ടും. അപ്പൊ ഔട്ട്ലെയറിന്റെ അകത്തുള്ള വാല്യൂസിനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിനകത്ത് എനിക്ക് ലാർജസ്റ്റും സ്മാളസ്റ്റും ഔട്ട്ലെയർ സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ സ്മാളസ്റ്റ് ഔട്ട്ലെയർ സെറ്റ് ചെയ്യാം. സ്മാളസ്റ്റ് ഔട്ട്ലെയർ തന്നെ സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ. സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ നമ്മൾ 2.2. എന്തുകൊണ്ടാണെന്നറിയോ സ്മാളസ്റ്റ് വാല്യൂവിനെ ആദ്യം എടുക്കാത്തത്? കണ്ടോ, ഇവിടെ നമ്മൾ ലാർജസ്റ്റ് വാല്യൂവിനെ ആദ്യം എടുത്തേക്കണം. കാരണം സ്മാളസ്റ്റ് വാല്യൂവിനെ ആദ്യം എടുത്താൽ മുകളിൽ നിങ്ങൾക്ക് ഒരു മൈനസ് ചാർജ് വരും. നിങ്ങൾ സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ ആകുമ്പോൾ 2.2 മൈനസ് 2.1. അപ്പൊ അവിടെ മൈനസ് വരില്ല. ഇവിടെ ആണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ 4.5 മൈനസ് 3.7. സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ 4.5 മൈനസ് 3.7. അവിടെ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവിടെ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ മൈനസ് ലാർജസ്റ്റ് വാല്യൂ എടുക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. കാരണം പോസിറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ഡിഫറൻസ് എടുക്കുക. പിന്നെ താഴെ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മാളസ്റ്റ് വാല്യൂ. ലാർജസ്റ്റ് വാല്യൂ ഏതാ? 4.5 മൈനസ് 2.1. 4.5 മൈനസ് 2.1. ഇങ്ങനെ എടുത്താൽ രണ്ട് കേസിലെയും എന്താ ക്യൂവിന്റെ വാല്യൂ ആയി. ഇനി ഇത് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. അടുത്തത് കമ്പയർ വിത്ത് ക്രിട്ടിക്കൽ ക്യൂ വാല്യൂസ് ആണ്. ക്രിട്ടിക്കൽ ക്യൂ വാല്യൂസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ദ കാൽക്കുലേറ്റഡ് ക്യൂ വാല്യൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ക്യൂ വാല്യൂ. കമ്പയർ ദ കാൽക്കുലേറ്റഡ് ക്യൂ വാല്യൂ വിത്ത് ക്രിട്ടിക്കൽ ക്യൂ വാല്യൂസ് ഫ്രം ദി ക്യൂ ടെസ്റ്റ് ടേബിൾ. ക്യൂ ടെസ്റ്റ് ടേബിളിൽ നിന്നും നമ്മൾ എടുക്കുന്നുണ്ട്. ക്യൂ ടെസ്റ്റ് ടേബിൾ നമ്മൾ നോർമലി കോൺഫിഡൻസ് ലിമിറ്റ് എടുക്കുന്നത് 90%, 95, 99 ഇങ്ങനെ 3 കോൺഫിഡൻസ് ലെവലാണ് എടുക്കുന്നത്. നമ്മൾ നോർമലി കോൺഫിഡൻസ് എടുക്കുമ്പോൾ 95 ആണ് നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ 3 കോൺഫിഡൻസുകൾ എടുക്കുന്നുണ്ട്. 90% ചാൻസ് ഉണ്ട് അത് ഔട്ട്ലെയർ ആകാൻ, 95% ചാൻസ് ഉണ്ട് അത് ഔട്ട്ലെയർ ആകാൻ, 99% ചാൻസ് ഉണ്ട് അത് ഔട്ട്ലെയർ ആകാൻ, അത് റിജക്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്നു. ക്യൂ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമുക്കറിയാലോ, അത് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ ക്യൂ ടേബിളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. അവിടെ 3 കോൺഫിഡൻസ് ലിമിറ്റ് നമുക്ക് ലെവലിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 90%, 95, 99. ഇഫ് ദി കാൽക്കുലേറ്റഡ് ക്യൂ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ക്യൂ വാല്യൂ, നമുക്ക് കിട്ടിയ ക്യൂ വാല്യൂ കാൽക്കുലേറ്റഡ് ക്യൂ വാല്യൂ അത് ക്രിട്ടിക്കൽ ക്യൂ വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ സസ്പെക്ടഡ് വാല്യൂ കൺസിഡർഡ് ആസ് ആൻ ഔട്ട്ലെയർ ആൻഡ് ക്യാൻ ബി റിജക്റ്റഡ്. സസ്പെക്ടഡ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്യൂ വാല്യൂ, നമ്മൾ കണ്ടുപിടിച്ച ക്യൂ വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ ക്യൂ വാല്യൂ മീൻസ് നമ്മുടെ ടേബിളിലുള്ള ക്യൂ വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് ഔട്ട്ലൈനെ റിജക്ട് ചെയ്യാം. എന്നാൽ അത് തിരിച്ചാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ക്യൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ക്യൂ വാല്യൂവിനെക്കാട്ടിയും കുറവാണെങ്കിൽ, കണ്ടുപിടിച്ച ക്യൂ വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ ക്യൂ വാല്യൂവിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ എന്താക്കി ഒരു ഡേറ്റ പോയിന്റ് ആക്കി തന്നെ കൺസിഡർ അതിനെ റിജക്ട് ചെയ്ത് കളയരുത്. ഇതാണ് ക്യൂ ടെസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ. 3, 4, 5, 6, 7, 8 ആണ്. നമ്മൾ പറഞ്ഞ 3 മുതൽ 10 വരെയുള്ള ഡേറ്റ പോയിന്റ്സിലാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എത്ര ഡേറ്റ നിങ്ങൾ എടുക്കുന്നു അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് ലിമിറ്റ് നിങ്ങൾ എടുക്കും. മെയിൻ ആയിട്ട് നമ്മൾ 95% കോൺഫിഡൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കാരണം 95%, 90% എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനെക്കാട്ടിയും താഴെയാണോ കൂടുതലാണോ എന്ന് നോക്കാം. നമുക്ക് ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ഇപ്പം നമ്മൾ 5 എന്ന് പറയുന്ന ഡേറ്റ പോയിന്റ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. എനിക്ക് കിട്ടിയ വാല്യൂ ഒരു 0.672 ആണെന്ന് വിചാരിക്കുക. അതായത് ക്യൂ വാല്യൂ എനിക്ക് കിട്ടിയത് 5 എന്ന് പറയുന്ന ആളെ എടുത്തിട്ട് ഞാൻ ക്യൂ വാല്യൂ ഔട്ട്ലെയറിന്റെ കണ്ടു ക്യൂ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ക്യൂ വാല്യൂ 0.672 ആണ്. ഞാൻ കൺസിഡർ ചെയ്യുന്ന കോൺഫിഡൻസ് 95%. എനിക്ക് 95% കോൺഫിഡൻസ് ലെവൽ തരാം. അപ്പൊ ഞാൻ 95% കോൺഫിഡൻസ് എടുക്കും. അപ്പൊ എനിക്ക് 5ന്റെ വാല്യൂ വരുന്നത് 0.710 ആണ്. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ 0.672. അത് 0.710 കുറവാണ്. അതായത് ഞാൻ കണ്ടുപിടിച്ച ക്യൂ വാല്യൂ നോർമൽ ക്യൂ വാല്യൂവിനെക്കാട്ടിയും കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ വാല്യൂനെ നിങ്ങൾ റിജക്ട് ചെയ്യരുത്. കാരണം നിങ്ങൾ എടുത്തേക്കുന്ന ഔട്ട്ലെയർ ഏതാണോ ആ ഔട്ട്ലെയറിനെ നിങ്ങൾ റിജക്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ ഒരു ഡേറ്റ പോയിന്റ് ആക്കി തന്നെ കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയ ക്യൂ വാല്യൂ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ക്യൂ വാല്യൂ നമ്മുടെ ഈ ക്യൂ ടെസ്റ്റ് ക്രിട്ടിക്കൽ ടേബിളിൽ ആ ടേബിളിലെ വാല്യൂവിനെക്കാട്ടിയും കുറവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ റിജക്ട് ചെയ്യരുത്. അത് നിങ്ങളുടെ ഒരു ഡേറ്റ പോയിന്റ് തന്നെയാണ്. ആ വാല്യൂ നിങ്ങൾ എടുത്ത് കളയുന്നത് തെറ്റാവും. നിങ്ങളുടെ മീൻ കണ്ടുപിടിക്കൽ നിങ്ങൾക്ക് തെറ്റുവരുത്തും. ബാക്കി എററുകൾ കൂട്ടത്തേക്കും. അതേസമയം നിങ്ങൾക്ക് കിട്ടുന്ന ക്യൂ വാല്യൂ നമ്മുടെ ടേബിളിലുള്ള ക്യൂ വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിജക്ട് ചെയ്യുക. അത് നമ്മുടെ കോൺഫിഡൻസിൽ ഉൾപ്പെടുന്ന ആളല്ല, റിജക്ട് ചെയ്തേക്കുക. അതിന് നമുക്ക് വേണ്ട, നമ്മുടെ ഔട്ട്ലെയർ അല്ല, പുറത്ത് കളഞ്ഞേക്കുക.
ഇതാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയുള്ള സംഭവം ഇതാണ് ഉദ്ദേശിക്കുന്നത് ക്യൂ ടെസ്റ്റ് കൊണ്ട്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ലിമിറ്റേഷൻ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് ക്യൂ ടെസ്റ്റിൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്ന് ആപ്ലിക്കേഷൻസ് ജസ്റ്റ് രണ്ടോ മൂന്നോ പറയാം. എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ ചെയ്യും. ഓക്കെ, ഇനിയും അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ക്യൂ ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്യൂ ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് എത്രയാണ് 3 to 10 സാമ്പിളിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂ ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് 3 to 10 സാമ്പിൾ. പിന്നെ ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ക്യൂ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. കൂടുതലാണോ കുറവാണോ നോക്കും. കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിജക്ട് ചെയ്യുക, കുറവാണെങ്കിൽ അതിനെ റിജക്ട് ചെയ്ത് അത് നമ്മുടെ ഡേറ്റ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട് 3.1, 3.2, 3.3, 3.9. ഓക്കെ, അപ്പം 3 ഡേറ്റ സെറ്റ് ഉണ്ട്. 3.1, 3.2, 3.3. ഒരു വലിയൊരു ഡിഫറൻസ് അവിടെ വന്നു അല്ലേ. 3.3 1 വെച്ച് കൂടി പെട്ടെന്നൊരു 3.9 വന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇതൊരു ഔട്ട്ലെയർ ആണോ, അത് അതിനകത്ത് വരുന്ന വാല്യൂ തന്നെയാണോ, എന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ? അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നു, അതൊരു ഔട്ട്ലെയർ ആണോ? അപ്പൊ ഞാൻ സസ്പെക്ട് ചെയ്യുന്ന ഔട്ട്ലെയർ 3.9 ആണ്. അത് വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം ഞാൻ ചെയ്യേണ്ടത്, അപ്പൊ ഹയസ്റ്റ് വാല്യൂ ആണ്. അപ്പം നമ്മൾ ഹയസ്റ്റ് ക്യൂ വാല്യൂ ഇൻഡിക്കേഷൻ ആണ് എടുക്കേണ്ടത്. എന്താ ഹയസ്റ്റ് ക്യൂ വാല്യൂ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്? ലാർജസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ അല്ലെ, ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് മൈനസ് സ്മാളസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്യാപ്പ് എന്നും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റേഞ്ച് എന്നും വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഗ്യാപ്പ് ബൈ റേഞ്ച് കണ്ടുപിടിക്കും. ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് 3.3 അല്ലെ, 3.3 മൈനസ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ 3.3, സോറി 3.9 മൈനസ് 3.3. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ 0.6. ഇനി ഗ്യാപ്പ് എനിക്ക് ഇപ്പൊ കിട്ടി 0.6 ഡിവൈഡഡ് ബൈ, ഇനി ലാർജസ്റ്റും സ്മാളസ്റ്റും വാല്യൂസ് നമ്മുടെ ഡിഫറൻസ്. ലാർജസ്റ്റ് വാല്യൂ എത്ര? 3.9. സ്മാളസ്റ്റ് വാല്യൂ എത്ര? 3.1. 3.9 മൈനസ് 3.1. ഈ വാല്യൂവിൽ ലാർജസ്റ്റ് വാല്യൂ 3.9ഉം സ്മാളസ്റ്റ് വാല്യൂ 3.11. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 3.9 മൈനസ് 3.1, ആൻസർ 0.8. 0.8. എനിക്ക് കിട്ടിയ വാല്യൂ 0.75. 0.7. അപ്പം എത്ര എണ്ണം എടുത്തു ഞാൻ? 1, 2, 3, 4. 4 എണ്ണമാണ് എടുത്തത്. അപ്പൊ ഞാൻ നേരെ ടേബിളിലോട്ട് പോകും. 4. എനിക്ക് 95% കോൺഫിഡൻസ് ആണ് വേണ്ടത്. 4ന്റെ 95% കോൺഫിഡൻസ് 0.829 ആണ്. അപ്പം നമ്മുടെ നോർമൽ ക്യൂ വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ക്യൂ വാല്യൂ വരുന്നത് 0.89 ആണ് അല്ലെ. 0.829. 0.829. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ 0.75 ആണ്. അപ്പൊ 0.75 നമ്മുടെ 0.829 കുറവായത് കൊണ്ട് അതൊരു ഔട്ട്ലെയർ അല്ല. കൂടുതലാണെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണ്, കളയാം. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഔട്ട്ലെയർ. ഔട്ട്ലെയർ അല്ല, അത് നമ്മുടെ ഡേറ്റ പോയിന്റ് തന്നെയാണ്. അതിനെ ചുമ്മാ റിജക്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഔട്ട്ലെയർ അല്ല. സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ സാധനമാണ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇനി അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ പറയാം. നമ്മൾ കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ഡേറ്റ പോയിന്റ്സ് മാക്സിമം മനസ്സിലാക്കി അത് എറേഴ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ. മെയിൻ ആപ്ലിക്കേഷൻ അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ ആക്യുറസി പ്രിസിഷൻ ഒക്കെ കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഡേറ്റ പോയിന്റ്സ് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച്, അതായത് ആ ഡേറ്റ പോയിന്റ്സിൽ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ റിജക്ട് ചെയ്യണം, ഏതൊക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആക്യുറസി പ്രിസിഷൻ ഒക്കെ കൂട്ടും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടും ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ക്യൂ ടെസ്റ്റ് ഈസ് ലെസ് റിലയബിൾ ഫോർ ലാർജ് ഡേറ്റ സെറ്റ്. ഒരുപാട് 3 മുതൽ 10 വരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. 10 വന്നു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും ബുദ്ധിമുട്ടാണ്. സിൻസ് ദ ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് എല്ലാ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള അസംഷൻ ചെയ്യുന്നുണ്ട്. ടി ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. ദീസ് നോട്ട്സ് പ്രൊവൈഡ് എ ബേസിക്, ഓക്കെ, അത് നോട്ട്സിന്റെ ബാക്കി വന്നതാണ്. അത് അതാ PDF-ന്റെ കൂടെ വന്നതാണ്. ഫൈൻ. അപ്പം ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ക്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് റിലയബിൾ ഫോർ ലാർജ് ഡേറ്റ സെറ്റ്. ഇറ്റ് അസ്യൂംസ് ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത്രയുമാണ് നമുക്ക് ക്യൂ ടെസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കൊന്ന് ബാക്കിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ക്യൂ ടെസ്റ്റ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂ ടെസ്റ്റ് ആണ്. ക്യൂ ടെസ്റ്റിനെ വിളിക്കുന്ന വേറെ പേര് ഡിക്സൺസ് ക്യൂ ടെസ്റ്റ് എന്നാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. അതിനെ ഔട്ട്ലയേഴ്സിനെ റിജക്ട് ചെയ്യാനോ എടുക്കണമോ എന്നുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ ക്യൂ ടെസ്റ്റ് വഴി ചെയ്യുന്നത്. അപ്പം ക്യൂ ടെസ്റ്റിന്റെ പർപ്പസ് തന്നെ അതാണ്. യൂസ് ചെയ്തത് 3 മുതൽ 10 വരെയുള്ള സാമ്പിൾ സൈസിലാണ് അല്ലെ.
നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആദ്യം ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുന്നു സ്മാളസ്റ്റ് ലാർജസ്റ്റ്. അതിനുശേഷം ഗ്യാപ്പ് ബൈ റേഞ്ച് കണ്ടുപിടിക്കുന്നു. ഗ്യാപ്പ് എന്ന് പറയുന്നത് സ്മാളസ്റ്റ് ഔട്ട്ലയർ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ സെക്കൻഡ് സ്മാളസ്റ്റ് വാല്യൂ മൈനസ് സ്മാളസ്റ്റ് വാല്യൂ ബൈ സ്മാളസ്റ്റ്. അതിനകത്ത് സെക്കൻഡ് സ്മാളസ്റ്റ് മൈനസ് സ്മാളസ്റ്റ് ആണ് ഗ്യാപ്പ്. ലാർജസ്റ്റ് മൈനസ് സ്മാളസ്റ്റ് ആണ് റേഞ്ച്. അത് ലാർജസ്റ്റ് ഔട്ട്ലയർ ആണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ലാർജസ്റ്റ് മൈനസ് സ്മാളസ്റ്റ്. ഔട്ട്ലെയർ കണ്ടുപിടിക്കുന്നു. ഔട്ട്ലെയർ കണ്ടുപിടിച്ചിട്ട് ഔട്ട്ലെയറിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. ക്യൂ ടെസ്റ്റിലെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവിടെ 95% കോൺഫിഡൻസ് ആണ് നമ്മൾ കമ്പയർ ചെയ്തത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ്. അപ്പം ആ 95% ഓഫ് കോൺഫിഡൻസ് നമ്മൾ നോക്കുന്നു. അപ്പൊ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മുടെ 95%. ഇതെങ്ങനെ കിട്ടും? നമ്മൾ എത്ര എണ്ണം എടുക്കുന്നുണ്ടോ നോക്കാം, എത്ര സാമ്പിൾ എടുക്കുന്നുണ്ടോ നോക്കാം, 4, 5, 6, അതിനനുസരിച്ച് ടേബിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിന്റെ വാല്യൂവിനെക്കാട്ടി കുറവാണെങ്കിൽ അതൊരു ഔട്ട്ലയർ അല്ല, ഡേറ്റ സെറ്റ്, ഒരു ഡേറ്റയാണ്, അത് ഡേറ്റ പോയിന്റ് ആണത്. എന്നാൽ ലാർജസ്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മുടെ ടേബിളിന്റെ വാല്യൂവിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഔട്ട്ലയർ ആണ്, റിജക്ട് ചെയ്യാം. പിന്നെ അതിന്റെ മെയിൻ ഒരു എക്സാമ്പിൾ കാണിച്ചു. മെയിൻ ലിമിറ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് സാമ്പിൾ സൈസിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അസ്യൂം ചെയ്യുന്നത് അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണ്. നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ഇതാണ് നമ്മളുടെ ക്യൂട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂ ടെസ്റ്റിന്റെ MCQസിലോട്ട് പോയാലോ? ഏതൊക്കെ MCQs ആണ് നമുക്കുള്ളത് നോക്കാം. ഫൈൻ, നമ്മൾ ക്യൂ ടെസ്റ്റിന്റെ MCQയിലോട്ട് പോവാണ്. ഫസ്റ്റ് ഇതാണ്, ക്യൂ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ. ക്യൂ ടെസ്റ്റ് എന്ത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് സാമ്പിൾ മീൻ, പോപ്പുലേഷൻ പോർഷൻസ്, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻസ്, ദെൻ വേരിയൻസസ്, ദെൻ ഔട്ട്ലയേഴ്സ്. ഏതിനാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഔട്ട്ലയേഴ്സിനെ കണ്ടുപിടിക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഔട്ട്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിലോട്ട് ക്യൂ ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റേഷ്യോ ഓഫ്. ക്യൂ ടെസ്റ്റ് ഏതിന്റെ റേഷ്യോ ആണ് ബേസ് ചെയ്യുന്നത്? ഒന്ന് റേഞ്ച് ടു വേരിയൻസ്, റേഞ്ച് ടു സാമ്പിൾ സൈസ്, റേഞ്ച് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം വാല്യൂസ്, മീൻ ടു ദ റേഞ്ച്. നമ്മൾ എങ്ങനെ ക്യൂ ടെസ്റ്റ് എടുക്കുന്ന? ഗ്യാപ്പ് ബൈ റേഞ്ച് അല്ലേ? ഗ്യാപ്പ് ബൈ റേഞ്ച്. അപ്പൊ എന്തായാലും റേഞ്ച് ടു വേരിയൻസ് അല്ല, റേഞ്ച് ടു സാമ്പിൾ സൈസ് അല്ല, റേഞ്ച് ടു ഡിഫറൻസ് ബിറ്റ്വീൻ സോറി എഴുതി തെറ്റിപ്പോയി. ക്യൂ ടെസ്റ്റ് നോർമലി എടുക്കുന്നത് ഗ്യാപ്പ് ബൈ റേഞ്ച് ആണ്. സോ ക്യൂ ടെസ്റ്റ് എടുക്കുന്നത് ഗ്യാപ്പ് ബൈ റേഞ്ച് ആണ്. ഗ്യാപ്പ് ബൈ റേഞ്ച്. അതായത് റേഞ്ച് എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് തമ്മിലുള്ള ഇതാണ് എക്സ്ട്രീം വാല്യൂസ്. ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, അടുത്തടുത്ത വാല്യൂസ് നമ്മുടെ ഡിഫറൻസ് ആണ്. സോ റേഞ്ച് ടു സാമ്പിൾ സൈസ്, മീൻ ടു റേഞ്ച് അല്ല, റേഞ്ച് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം വാല്യൂസ്. ആക്ച്വലി അങ്ങനെയല്ല എടുക്കണം, ഗ്യാപ്പ് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം വാല്യൂസ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ എന്തോ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ് എന്തായാലും. ബാക്കിയൊന്നും വരാൻ ചാൻസ് ഇല്ല, ഓപ്ഷൻ സി വരാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ക്യൂ ടെസ്റ്റ് ഫോർമുല ക്യൂ ഈസ് കാൽക്കുലേറ്റഡ് as. ക്യൂ ടെസ്റ്റ് ഫോർമുലയിൽ ക്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം വാല്യൂസ്, വാല്യൂ ബീങ് ടെസ്റ്റഡ് മൈനസ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഡിവൈഡ് ബൈ റേഞ്ച്, റേഞ്ച് മൈനസ് വാല്യൂ ബീങ് ടെസ്റ്റഡ് ഡിവൈഡ് ബൈ മാക്സിമം വാല്യൂ, ദെൻ സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഏതാണെന്ന് നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ഒരു ഓപ്ഷൻസിലേക്ക് നോക്കിയാലോ. ആദ്യം മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ, അതല്ലല്ലോ ന്യൂമറേറ്ററിൽ വരുന്നത്, അല്ല. സോ തെറ്റാണ്. രണ്ടാമത്തത് വാല്യൂ ബീങ് ടെസ്റ്റഡ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ മൈനസ് നിയറസ്റ്റ് നെയ്ബർ, അത് ശരിയല്ലേ? നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ മൈനസ് അതിന്റെ തൊട്ടടുത്ത നെയ്ബർ ഡിവൈഡ് ബൈ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ്ട്രീം വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. ശരിയാണ്. റേഞ്ച് മൈനസ് വാല്യൂ ബീങ് ടെസ്റ്റഡ്, റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്ട്രീം വാല്യൂസ് ഡിഫറൻസ് ആയി, അതേ മൈനസ് ടെസ്റ്റ് ചെയ്യാനുള്ള വാല്യൂ ഡിവൈഡ് ബൈ മാക്സിമം വാല്യൂ അല്ല. സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ആൻസർ എന്തുവാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി. ബി എ വരുത്തുള്ളൂ, വേറെ ഒന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ ഫൈൻ, അതും കഴിഞ്ഞു. ആൻസർ ഓപ്ഷൻ ബി ആണ്. The Q-test is typically used with large database, small database, data with normal distribution, data set with unknown distribution. എപ്പോഴാണ് നമ്മൾ Q-test നോർമലി യൂസ് ചെയ്യുന്നത്? Q-test നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതിന്റെ കേസിൽ മാത്രമാണ്? സ്മാൾ
ഡേറ്റ സെറ്റിന്റെ കേസിൽ മാത്രമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്മാൾ ഡേറ്റ സെറ്റിന്റെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യും. സ്മാൾ ഡേറ്റ സെറ്റിന്റെ കേസിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ലാർജ് ഡേറ്റ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? ഡെഫിനറ്റ്ലി വേരിയേഷൻ വരും. Q-test is most appropriated for normal distributions, data with missing values, data with outliers, data with multiple മോഡ്സ്. എപ്പോഴാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? ഔട്ട്ലെയേഴ്സ് വരുന്ന ഡേറ്റ നമ്മൾ ഒരുപാട് വാല്യൂസ് കണ്ടുപിടിക്കുന്നു, അതിനകത്ത് ഒരു ഡേറ്റ നമുക്കൊരു ഔട്ട്ലെയർ ആയിട്ട് ഫീൽ ആവും. അപ്പൊ അത് ഔട്ട്ലെയർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഡേറ്റ വിത്ത് ഔട്ട്ലെയേഴ്സ്. Data with outliers. Answer option C. Moving. Apply the Q-test. The data should be ordered, unordered, in ascending order only, in descending order only. നമ്മൾ ക്യൂ ടെസ്റ്റ് പെർഫോം ചെയ്യണമെങ്കിൽ ഡേറ്റാസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി എന്താ വിചാരിക്കുന്നത്? നമ്മൾ പറയുന്ന അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്ന്. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഫൈൻ ആണ്. പക്ഷെ നമുക്കിവിടെ രണ്ട് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഓർഡർ ആയിരിക്കണം ഡേറ്റാസ്. ഡേറ്റ ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിൽ മീൻസ് വാല്യൂസ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. പിന്നെ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നില്ല. അപ്പൊ നമുക്ക് രണ്ട് എന്തായാലും അൺഓർഡർ അല്ല, അസെൻഡിങ് അല്ല ഡിസെൻഡിങ് ഓർഡർ അല്ലേ? ചെറുതിൽ നിന്നും വലുതിലോട്ട് അസെൻഡിങ് ഓർഡർ അല്ലേ? അസെൻഡിങ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറും അത് തന്നെ കൊടുക്കാം. ഫൈൻ, കുഴപ്പമില്ല. എന്തായിരിക്കണം? അസെൻഡിങ് ഓർഡറിലായിരിക്കണം അല്ലെ? അസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡർ ഉള്ളി എന്നാണ് പറയുന്നത്. അത് വരുമ്പോഴാണ് ഓക്കെ ഫൈൻ. എന്തായാലും ആൻസർ ഓപ്ഷൻ സി ആണ്. എന്തായാലും ഓർഡർ ആയിരിക്കണം, അത് അസെൻഡിങ് ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ്. The Q-test can be applied at when there is two potential outliers, there are three potential outliers, there are four or more potential outliers, there are five or more potential outliers. ഇപ്പൊ ഔട്ട്ലയേഴ്സിനാണ് ഒരുപാടായല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് രണ്ട് പൊട്ടൻഷ്യൽ ഔട്ട്ലയേഴ്സ് അല്ലെ? രണ്ട് പൊട്ടൻഷ്യൽ ഔട്ട്ലയേഴ്സ് വരുമ്പോഴാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് പൊട്ടൻഷ്യൽ ഔട്ട്ലയേഴ്സ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ? മെയിൻ ആയിട്ടും രണ്ട് പൊട്ടൻഷ്യൽ ഔട്ട്ലയേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ിലോട്ട് പോകണം. ക്യൂ ടെസ്റ്റ് ത്രെഷോൾഡ് വാല്യൂസ് ആർ യൂഷ്വലി ഒബ്റ്റെയിൻഡ് ഫ്രം ത്രെഷോൾഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ ടേബിളിലെ വാല്യൂസ്. ത്രെഷോൾഡ് വാല്യൂസ് നമ്മുടെ എന്താ നോർമൽ ക്യൂ വാല്യൂസ് നമ്മൾ പറയത്തില്ലേ, അത് നമ്മുടെ ടേബിളിലെ വാല്യൂ അത് ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, രണ്ടാമത് ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ്, മൂന്നാമത്തെ എംപിരിക്കൽ ഡേറ്റ, നാല് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. എവിടെ നമുക്ക് കിട്ടുന്ന മെയിൻ ആയിട്ടും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ നിന്നാണ് എന്ത് ത്രെഷോൾഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്. അതിൽ നിന്നാണ് നമ്മൾ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ക്രിട്ടിക്കൽ വാല്യൂ ഫോർ ക്യൂ ടെസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ. ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ക്യൂ ടെസ്റ്റ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ഒന്ന് സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവല്, then മീൻ ആൻഡ് വേരിയൻസ്, മീഡിയൻ ആൻഡ് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സ്ക്യൂനെസ് എന്നാണ്. സ്ക്യൂനെസ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവല്, ദെൻ മീൻ ആൻഡ് വേരിയൻസ്, മീഡിയൻ റേഞ്ച്. എന്താണ് ക്രിട്ടിക്കൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പം നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ചെറിയ സാമ്പിൾസിന്റെ കേസിലാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എപ്പോഴും സാമ്പിൾ സൈസ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സിഗ്നിഫിക്കൻസ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. സാമ്പിൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് നടത്തുന്നത്. കാരണം 3 മുതൽ 10 വരെയുള്ള സാമ്പിൾ സൈസിലാണ് നമുക്ക് ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊരു ഫാക്ടറാണ്. അപ്പോൾ സാമ്പിൾ സൈസും സിഗ്നിഫിക്കൻസ് ലെവലും. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ദ ക്യൂ ടെസ്റ്റ് ഈസ് എ പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റ്. അത് എന്ത് ടൈപ്പ് ടെസ്റ്റ്? ക്യൂ ടെസ്റ്റ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി. ഹൈപ്പോത്തിസിസോ ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റോ ഒന്നും നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ക്യൂ ടെസ്റ്റ്. നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നു, പാരാമെട്രിക് ഒന്നും അല്ല, വാല്യൂ കണ്ടുപിടിക്കുന്നു, അത് നമ്മുടെ ക്യൂ ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് ഔട്ട്ലൈൻ ആക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. സോ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the Q test, the values to be tested is compared to sample mean, the median of data set, the nearest neighbor, the standard deviation. ടെസ്റ്റ് ചെയ്യേണ്ട വാല്യൂവിനെ, ദ വാല്യൂ ടു ബി ടെസ്റ്റഡ് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വാല്യൂവിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നിയറസ്റ്റ് നെയ്ബറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ നിയറസ്റ്റ് നെയ്ബർ. ആൻസർ ഓപ്ഷൻ സി ആണ്, ദ നിയറസ്റ്റ് നെയ്ബർ. നിയറസ്റ്റ് നെയ്ബറുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. കാരണം നിയറസ്റ്റ് നെയ്ബറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ
എന്ത് ചെയ്യുന്നത്, എക്സ്ട്രീം വാല്യൂസിന്റെ ഡിഫറൻസ് എടുത്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം അതാണ് നിയറസ്റ്റ് നെയ്ബറുമായിട്ടാണ് നമ്മൾ ആരെയാണ് ഔട്ട്ലെയർ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളെ നമ്മൾ നിയറസ്റ്റ് നെയ്ബറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. The Q-test is generally used when there is a single suspect outlier, there are multiple suspected outliers, the data set is very large, data set is highly skewed. ലാർജ് ആകുമ്പോഴോ സ്ക്യൂ ആകുമ്പോഴോ അല്ല, സിംഗിൾ സസ്പെക്റ്റഡ് ഔട്ട്ലെയർ, ഒറ്റ ഔട്ട്ലെയർ, ഒരുപാട് മൾട്ടിപ്പിൾ ഔട്ട്ലെയർ വരുമ്പോഴത്തേക്കും നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അതിന്റെ സിംഗിൾ സസ്പെക്റ്റിൽ തന്നെ എക്സ്ട്രീം വാല്യൂ മീൻസ് വലിയ വാല്യൂ ചെറിയ വാല്യൂ ആ ലെവലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിയല്ലേ? അല്ലാതെ ഒരു ഹയർ വാല്യൂവിൽ തന്നെ രണ്ട് സസ്പെക്റ്റഡ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ക്യൂ ടെസ്റ്റ് നോർമലി ചെയ്യാറില്ല. സിംഗിൾ സസ്പെക്റ്റഡ് ഔട്ട്ലൈസിലാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യാറ്. ഇപ്പം 2.1, 2.2, 2.3, 4.7, 5.6 ഇപ്പൊ ഇവിടെ രണ്ട് ഔട്ട്ലൈൻ ആണെന്ന് പറഞ്ഞല്ല നമ്മൾ എടുക്കുന്നത്, 5.6 ഔട്ട്ലൈൻ ആണെന്ന് പറഞ്ഞ് പരിഗണിച്ചിട്ട് അതിനെ റിജക്ട് ചെയ്യണോ വേണ്ടതെന്നായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. സിംഗിൾ സസ്പെക്റ്റഡ് ഔട്ട്ലൈൻ്റെ കേസിലാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത്. ിലോട്ട് പോകുന്നു. Q test is not applicable if the data set is very large, the suspected outlier is the smallest or largest value, there are two suspected outliers, the data is normally distributed. എപ്പോഴാണ് ക്യൂ ടെസ്റ്റ് ആപ്ലിക്കബിൾ അല്ലാത്തത്, എപ്പോഴാണ് ക്യൂ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ, ദ ഡേറ്റ സെറ്റ് ഈസ് വെരി ലാർജ്. ഡേറ്റ സെറ്റ് ലാർജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഡേറ്റ സെറ്റ് സ്മാൾ ആകുമ്പോഴേ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ? ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. ദ സസ്പെക്ട് ഔട്ട്ലെയർ ഇസ് ദി സ്മാളസ്റ്റ് ഓർ ലാർജസ്റ്റ് വാല്യൂ. സസ്പെക്ട് ഔട്ട്ലെയർസ് ലാർജസ്റ്റോ സ്മാളസ്റ്റോ ആണെങ്കിൽ നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ദർ ആർ ടു സസ്പെക്ട് ഔട്ട്ലെയർസ്, അപ്പോഴേ നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ദ ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആ സമയത്ത് അതൊരു ക്യൂ ടെസ്റ്റിന്റെ കണ്ടീഷനാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡേറ്റ സെറ്റ് ഈസ് വെരി ലാർജ് അല്ല, ഡേറ്റ സെറ്റ് എന്തായിരിക്കണം? സ്മാൾ ആകുന്ന കേസിൽ മാത്രമേ നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ഓപ്ഷനിലോട്ട് പോകുന്നു. When applying the Q test, the suspected outliers is considered if the Q value is less than critical value. നമ്മൾ സസ്പെക്റ്റഡ് ഔട്ട്ലയറിനെ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. സസ്പെക്റ്റഡ് ഔട്ട്ലയറിനെ നമ്മൾ എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, the Q value is less than the critical value, Q value is greater than the critical value, Q value is equal to the critical value, Q value is negative. Q value നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടും കുറവാണെങ്കിൽ അതൊരു ഔട്ട്ലയർ അല്ല, അതൊരു വാല്യൂ ആണ്. ക്യൂ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണ്. അപ്പൊ നമ്മൾ സസ്പെക്റ്റഡ് ഔട്ട്ലെയറിനെ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? ക്യൂ വാല്യൂ എന്താകുമ്പോൾ? ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ. കാരണം നമ്മളൊരു വാല്യൂവിനെ ഔട്ട്ലെയർ ആയിട്ട് സസ്പെക്ട് ചെയ്യുന്നു, അതിനെ ഔട്ട്ലെയർ ആയിട്ട് തന്നെ ഔട്ട്ലെയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ കിട്ടുന്ന ക്യൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണ്, കളയാം. അതൊരു ക്യൂ വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടി കുറവാണെങ്കിൽ ഒരു ഔട്ട്ലെയർ അല്ല, അതൊരു ഡേറ്റ പോയിന്റ് ആണ്. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്തേ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അടുത്തിലോട്ട് പോകുന്നു. The Q test is primarily used in which type of analysis? Hypothesis analysis, regression analysis, quality control, outlier detection. ഏതിനാ യൂസ് ചെയ്യുന്ന? കണ്ണുറച്ചുകൊണ്ട് എഴുതാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഔട്ട്ലയർ ഡിറ്റക്ഷന്റെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തിലോട്ട് പോകുന്നു. If the calculated Q value is less than the tabulated critical value, calculated Q value നമുക്ക് കിട്ടിയ Q value ടാബുലേറ്റഡ് ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടിയും കുറവാണെങ്കിൽ the value is considered as an outlier, the value is not considered as an outlier, the data is skewed, the data has missing values. ഇത് രണ്ടും എന്തായാലും ആണ്. ഒന്നില്ലെങ്കിൽ ഔട്ട്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യൂ വാല്യൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂ വാല്യൂ ലെസ് ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണ്, അതായത് നമ്മുടെ ടേബിളിന്റെ വാല്യൂവിനെക്കാട്ടിയും കുറവാണ്. ആ സമയത്ത് അത് എന്തല്ല? ഒരു ഔട്ട്ലെയർ അല്ല, അതെന്താണ്? നമ്മുടെ ഒരു ഡേറ്റ പോയിന്റ് ആണ്. സോ ദ വാല്യൂ ഈസ് നോട്ട് കൺസിഡർഡ് ആസ് ആൻ ഔട്ട്ലെയർ. എന്നാൽ നമുക്ക് കിട്ടിയ ക്യൂ വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ ടേബിളിലുള്ള വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഔട്ട്ലെയർ ആണ്, റിജക്ട് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. നോട്ട് കൺസിഡർഡ് ആസ് എ എന്താ ഔട്ട്ലെയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അടുത്തിലോട്ട് പോകുന്നു. The Q test is based on the assumption that the data is normally distributed, data is uniformly distributed, the data is exponentially distributed, the data is binormally distributed. അത് നമ്മൾ നോർമലി ക്യൂ ടെസ്റ്റിൽ അസംഷൻ എടുക്കുന്ന ഡേറ്റ എന്താണ്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അത് തന്നെയാണ് ടി ടെസ്റ്റിലും എടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. The data is normally distributed.
നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. അടുത്തിലോട്ട് പോകുന്നു. ഇൻ ദി ക്യൂ ടെസ്റ്റ്, ഇഫ് ദെയർ ആർ two suspected outliers, the Q value is calculated for each outlier suspectly, the entire data set, the mean of data set, the range of data set. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ഔട്ട്ലെയറിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. സോ ഈച്ച് ഔട്ട്ലെയർ സെപ്പറേറ്റ് ചെയ്യും. ഓരോ ഔട്ട്ലെയേഴ്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താ ക്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റിജക്ട് ചെയ്യണോ അത് ഡേറ്റ പോയിന്റ് ആണോ തീരുമാനിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. To determine the Q value, you need to calculate the range of data set, the mean of data set, the standard deviation of data set, the median of data set. എന്തോ കണ്ടുപിടിക്കണം നമുക്ക്? ആ ക്യൂ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂ വാല്യൂ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. ഗ്യാപ്പ് ബൈ റേഞ്ച് അല്ലേ? ആൻസർ ഓപ്ഷൻ ആണ്. റേഞ്ച് കണ്ടുപിടിക്കേണ്ടി വരും. ക്രിട്ടിക്കൽ വാല്യൂ മീൻസ് തുടക്കത്തിലെ വാല്യൂ അവസാനത്തിലെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. The Q test can be used in experimental research, observational research, both experimental and observational research. Neither experimental nor observational research. എവിടെയാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാം? നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എക്സ്പെരിമെന്റിലും യൂസ് ചെയ്യാം, ഒബ്സർവേഷനിൽ യൂസ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി ആണ്. ബോത്ത് എക്സ്പെരിമെന്റൽ ആൻഡ് ഒബ്സർവേഷണൽ റിസർച്ച്. ോട്ട് പോകുന്നു. Critical value for the Q test can be found in. Critical value of Q test can be found in statistical textbook, research papers, online databases, all of the above. നമ്മുടെ Q ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് എവിടെയാണ് കാണുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്സ്റ്റ് ബുക്ക് അതിന് സെപ്പറേറ്റ് ഉണ്ട്, ലോഗരിതം ടേബിൾ പോലെ. റിസർച്ച് പേപ്പേഴ്സ് പലരും റിസർച്ച് ചെയ്തിട്ടുണ്ട് ക്യൂ വാല്യൂസിനെ പറ്റി, ഓൺലൈൻ ഡേറ്റാബേസിലുണ്ട്. സോ ഓൾ ഓഫ് ദി അബോവ് ഏതിൽ വേണമെങ്കിലും നമുക്ക് ക്യൂ ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ വാല്യൂസിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. When using the Q test, the data must first be sorted, randomized, transformed, grouped. ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡേറ്റാസിനെ എന്ത് ചെയ്യണം? സോർട്ട് ഔട്ട് ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. സോ ഡിസെൻഡിങ് ഓർഡർ അറേഞ്ച്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് അറേഞ്ച് ചെയ്യും. Q test is most appropriate when there is a clear outlier, there are several potential outliers, the sample size is very large, the data is perfectly normal. ഏത് സമയത്താണ് നമുക്ക് ക്യൂ ടെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സമയത്താണ് ക്യൂ ടെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? there is a clear outlier, ഒരു ക്ലിയർ ഔട്ട്ലെയർ ഉണ്ട്. രണ്ടാമത്തേത് പറയുന്നത് there are several potential outliers, the sample size is very large, the data is perfectly normal. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The Q test is most appropriate when എപ്പോഴാണ് ക്യൂ ടെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നതാണ്? There is a clear outlier, there are several potential outliers, the sample size is very large, the data is perfectly normal. എപ്പോഴാണ് നമുക്ക് ക്യൂ ടെസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവുന്നത്? അവിടെ എന്തുണ്ടാകുമ്പോഴാണ്? ഒരു ഔട്ട്ലെയർ ഉണ്ടാകുമ്പോഴാണ്. കാരണം ഔട്ട്ലെയർ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്തായി? ക്യൂ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് അപ്രോപ്രിയേറ്റ് ആകും. ഔട്ട്ലെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂ ടെസ്റ്റിന് എന്തില്ല? പ്രസക്തി ഇല്ല. സെവറൽ പൊട്ടൻഷ്യൽ ഔട്ട്ലൈസ് വരുമ്പോഴത്തേക്ക് അത് പ്രസക്തി ഇല്ലാതായി പോകണം. കാരണം ഒരുപാട് ഔട്ട്ലൈസ് വരുമ്പോഴത്തേക്ക് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ സാമ്പിൾ സൈസ് ഇസ് വെരി ലാർജ്. അപ്പോഴും നമ്മൾ എന്താ അപ്ലൈ ചെയ്യാറില്ല? ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യാറില്ല. ഡേറ്റ ഇസ് പെർഫെക്റ്റ്ലി നോർമൽ. നോർമൽ ആയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്രോപ്രിയേറ്റ് ആവുന്ന എന്ത് വേണ്ടിയിട്ടാണ്? അവിടെ ഒരു ക്ലിയർ ഔട്ട്ലെയർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്താവുന്നത്? അപ്രോപ്രിയേറ്റ് ആവുന്ന. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ദിവസത്തിലോട്ട് പോകുന്നു. Okay. Q test can only be applied to quantitative data, then qualitative data. Both quantitative and qualitative data, categorical data. ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഡേറ്റാസ് കറക്റ്റ് ആയിട്ട് കിട്ടിയാലല്ലേ അതിന്റെ ഔട്ട്ലയറിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ക്വാളിറ്റേറ്റീവ് ആണോ? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഡേറ്റ അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, വാല്യൂസ് അല്ല, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴും എന്തിന് മാത്രമേ ക്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ മാത്രമേ പറ്റൂ. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. വാല്യൂസ് കിട്ടിയാലേ നമുക്ക് അതിനകത്തുള്ള ഔട്ട്ലയറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ എപ്പോഴും ക്യൂ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്തിൽ മാത്രമാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ മാത്രമാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അല്ലാതെ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവിന് ക്വാളിറ്റേറ്റീവ് എടുത്തില്ല, കാറ്റഗറിക്കൽ ഡേറ്റയും എടുത്തില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ക്യൂ ടെസ്റ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ വെൻ. എപ്പോഴാണ് ക്യൂ ടെസ്റ്റ് യൂസ്ഫുൾ അല്ലാത്തതെന്നാണ് പറഞ്ഞേക്കുന്നത്. സാമ്പിൾ സൈസ് ഇസ് വെരി സ്മാൾ. സാമ്പിൾ സൈസ് സ്മാൾ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യൂ ടെസ്റ്റ് യൂസ്ഫുൾ അല്ലേ വരേണ്ടത്? സോ ഇത് തെറ്റാണ്.
സാമ്പിൾ സൈസ് ചെറുതാകുമ്പോൾ ക്യൂ ടെസ്റ്റ് നമുക്ക് കൂടുതൽ എന്താ എന്താ എളുപ്പത്തിൽ കിട്ടുക ചെയ്യുന്നത്. രണ്ടാമത് ദർ ആർ മോർ ദാൻ 2 സസ്പെക്ടഡ് ഔട്ട്ലയേഴ്സ്. രണ്ടിൽ കൂടുതൽ സസ്പെക്ടഡ് ഔട്ട്ലയേഴ്സ് വരും. രണ്ട് സസ്പെക്ട് ഔട്ട്ലയേഴ്സ് നമുക്ക് പ്രശ്നമില്ല. രണ്ടിൽ കൂടുതൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യൂ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി കൂടെ നോക്കാം. ദ ഡേറ്റ ഈസ് ഹൈലി സ്ക്യൂഡ്, ദ ഡേറ്റ ഈസ് മിസ്സിംഗ് വാല്യൂസ്. ക്യൂ ടെസ്റ്റ് യൂസ്ഫുൾ അല്ലാത്തത്, നോട്ട് യൂസ്ഫുൾ വെൻ ദർ ആർ മോർ ദാൻ 2 സസ്പെക്ട് ഔട്ട്ലയേഴ്സ്. രണ്ടിൽ കൂടുതൽ സസ്പെക്ട് ഔട്ട്ലയേഴ്സ് വരുമ്പോഴാണ് അത് എന്താവുന്നത്, ക്യൂ ടെസ്റ്റ് യൂസ്ഫുൾ അല്ലാതായിട്ട് മാറും. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. When using Q-test, the suspected outlier is identified as the smallest value in dataset, the largest value in dataset, the value farthest from its nearest neighbor, the value close to the mean. എപ്പോഴാണ് നമ്മളൊരു സസ്പെക്റ്റഡ് ഔട്ട്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? കുറെ വാല്യൂസ് കിട്ടി, ആ വാല്യൂവിൽ നിന്നും ഒരു വാല്യൂ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്നു അല്ലെ. അപ്പം നമ്മളിപ്പം 2.1, 2.2, 2.3, 4.9 ആണോ. അപ്പം ഇത് എവിടെ നിന്ന് മാറിയത്? നിയറസ്റ്റ് നെയ്ബർ അതാ 2.3. 2.3 ഒരു വലിയൊരു ഡിഫറൻസ് ആണ്. അപ്പോഴാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഔട്ട്ലെയർ ആയിട്ട് പരിഗണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത് 4.9 വേണ്ടിയിട്ട് അല്ലെ. അപ്പം സ്മാളസ്റ്റ് വാല്യൂ ഇൻ ദ ഡേറ്റ സെറ്റ് അതാണോ നമ്മൾ ഔട്ട്ലെയർ ആയിട്ട് പരിഗണിക്കുന്നത്? അല്ല, ഡിഫറൻസ് വരുന്നതാണ്. ലാർജസ്റ്റ് വാല്യൂ ഡേറ്റ സെറ്റ് ആണോ? അല്ല. പിന്നെന്താ, ദ വാല്യൂ ഫാർദസ്റ്റ് ഫ്രം ഇറ്റ്സ് നിയറസ്റ്റ് നെയ്ബർ, അതിന് തൊട്ടടുത്ത വാല്യൂവിനെക്കാട്ടിയും വലിയൊരു ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ ഔട്ട്ലെയർ ആണോ എന്നൊരു ഡൗട്ട് തോന്നുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ദ വാല്യൂ ക്ലോസസ്റ്റ് ടു ദ മീൻ ഒന്നുമല്ല, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. The Q-test is most commonly used in educational research, laboratory experiments, field surveys, all type of research. എല്ലാ ടൈപ്പ് റിസർച്ചിലും നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? എഡ്യൂക്കേഷൻ റിസർച്ച്, ഫീൽഡ് ഇല്ല. നമ്മൾ ക്യൂ ടെസ്റ്റ് യൂസ് ചെയ്യുന്ന ഏതാ? ലബോറട്ടറിയിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അതിന് നമുക്ക് കുറെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് കിട്ടുന്നു. ആ വാല്യൂസിൽ എന്തെങ്കിലും വാല്യൂസിന് ഏതെങ്കിലും ഒമിറ്റ് ചെയ്യണോ, കളയണോ, അതോ എടുക്കണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്തു നോക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി മാത്രമാണ്. ലബോറട്ടറി എക്സ്പെരിമെന്റിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ്. നെക്സ്റ്റ്, ദ ഡിസിഷൻ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ആൻ ഔട്ട്ലെയർ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ഔട്ട്ലെയറിനെ എടുക്കണോ കളയണോ എന്ന് തീരുമാനിക്കുന്നത് ദ ക്യൂ വാല്യൂ കമ്പയർഡ് ടു ക്രിട്ടിക്കൽ വാല്യൂ, ദ മീൻ ഓഫ് ദ ഡേറ്റ സെറ്റ്. മീൻ ഒന്നും നമ്മൾ എടുക്കുന്നത് പോലുമില്ല, മീൻ ഓഫ് ഡേറ്റ സെറ്റ്. ദ വേരിയൻസ് ഓഫ് ഡേറ്റ സെറ്റ് അല്ല, ദ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. ഔട്ട്ലെയറിനെ റിജക്ട് ചെയ്യണോ എടുക്കണോ തീരുമാനിക്കുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ, നമ്മുടെ ടേബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ക്യൂ വാല്യൂ കമ്പയർഡ് ടു ക്രിട്ടിക്കൽ വാല്യൂ. So answer option, the Q value is compared to the critical value. Okay. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. In the Q test, the critical value depends on the sample size and the significance level, sample variance, mean and standard deviation, data distribution. ഏതുമായിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യൂ വാല്യൂ നമ്മൾ എടുക്കുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ക്യൂ ടെസ്റ്റിൽ നമ്മുടെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സൈസിനെയാണ് അല്ലെ, സാമ്പിൾ സൈസിന് സിഗ്നിഫിക്കൻസ് ലെവൽ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തിലോട്ട് പോകുന്നു. If the Q-test results is not significant, it means Q-testന്റെ റിസൾട്ട് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. അതിന്റെ മീനിങ് ദ സസ്പെക്ട് ഔട്ട്ലയർ ഈസ് നോട്ട് വാലിഡ്, ദ സസ്പെക്ട് ഔട്ട്ലയർ ഈസ് വാലിഡ്, ദ ഡേറ്റ ഈസ് ഹോമോസെഡാസ്റ്റിക്, ഓക്കെ, ദ സാമ്പിൾ സൈസ് ഇസ് ടു ലാർജ്. നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നു, ക്യൂ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സാമ്പിൾ സൈസ് ചെറുതായിരിക്കണമല്ലോ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഒരു പ്രസക്തിയുമില്ല. പക്ഷെ അവിടെ കിട്ടുന്ന നമ്മുടെ ക്യൂ ടെസ്റ്റ് റിസൾട്ട് സിഗ്നിഫിക്കന്റ് അല്ല. അതിനർത്ഥം എന്താ, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആള് എന്തല്ല, ഒരു ഔട്ട്ലെയർ അല്ല. സോ ദ സസ്പെക്ട് ഔട്ട്ലെയർ ഈസ് നോട്ട് വാലിഡ്. നമ്മുടെ ഒരു ആ ഔട്ട്ലെയർ ഒരു വാലിഡ് ആയിട്ടുള്ള ഔട്ട്ലെയർ അല്ല, തെറ്റായിട്ടുള്ള ഔട്ട്ലെയർ ആണ്. അത് നമ്മുടെ സാമ്പിളിനാണ്, നമ്മുടെ ടെസ്റ്റിനകത്ത് വരുന്ന ഒരു ഡേറ്റ പോയിന്റ് തന്നെയാണ്. അതിന് ഔട്ട്ലെയർ ആയിട്ട് നിങ്ങൾ പരിഗണിക്കല്ലേ എന്നാണ് ക്യൂ ടെസ്റ്റ് റിസൾട്ട് സിഗ്നിഫിക്കന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് മീൻ ചെയ്യും. ഓക്കെ, the Q-test is an example of robust statistical method, parametrical statistical method, non-parametric statistical method, Bayesian statistical method. എന്തോ നോൺ പാരാമെട്രിക് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നോൺ പാരാമെട്രിക്കൽ മെത്തേഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ Q-test എന്ന് പറയുന്നത്. അടുത്തിലോട്ട് പോകുന്നു.
The Q-test can be performed using software tools, statistical tables, manual calculations, all of the above. ഏതിനകത്ത് നമുക്ക് Q-test ചെയ്യാൻ പറ്റും? നമുക്ക് ടേബിൾ ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ചെയ്യാം, സോഫ്റ്റ്വെയർ ടൂൾസ് വെച്ചിട്ട് ചെയ്യാം, മാനുവൽ കാൽക്കുലേഷൻസ് ചെയ്യാം. കാരണം ഔട്ട്ലെയർ കണ്ടുപിടിക്കുക, അത് കമ്പയർ ചെയ്യാം, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സോ ഓൾ ഓഫ് ദി അബവ്, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ടൂസിലോട്ട് പോകുന്നു. To use the Q-test, the data should be normally distributed, skewed, uniformly distributed, exponentially distributed. നമ്മുടെ ഒരു ക്രൈറ്റീരിയൻ പോലെ പറഞ്ഞതാണ്. Q-test ആയാലും T-test ആയാലും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻസർ ഓപ്ഷൻ എ ആണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നെക്സ്റ്റ്, the Q-test is typically used for identifying outliers in small database, comparing means across groups, assessing data normality ഉണ്ടായി. Then estimating the population parameters. എപ്പോഴാണ് നമ്മൾ Q-test യൂസ് ചെയ്യുന്നത്? ഔട്ട്ലയേഴ്സിനെ, ചെറിയ ഡേറ്റ സെറ്റിൽ നിന്നും ഔട്ട്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഐഡന്റിഫൈങ് ഔട്ട്ലയേഴ്സ് ഇൻ സ്മാൾ ഡേറ്റ സെറ്റ്. അല്ലാതെ കമ്പയറിംഗ് മീൻസ് അക്രോസ് ഗ്രൂപ്പ്സ് അല്ല. മീനിനെ കമ്പയർ ചെയ്യാനല്ല, മീനിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന T-test ആണ്. ദെൻ അക്സസിങ് ഡേറ്റ നോർമാലിറ്റി അല്ല, എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് അല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, Q-test is not effective when the data has multiple outliers, the data set is large, the data is normally distributed, the sample size is small. Sample size small ആകുമ്പോൾ അത് എഫക്റ്റീവ് ആവാണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും അത് എഫക്റ്റീവ് ആണ്. ഡേറ്റ സെറ്റ് ലാർജ് ആകുമ്പോൾ അത് എഫക്റ്റീവ് ആവാതെ വരും. ദ ഡേറ്റ ഹാസ് മൾട്ടിപ്പിൾ ഔട്ട്ലയേഴ്സ് വരുമ്പോഴും അത് എഫക്റ്റീവ് ആവാതെ വരും. അപ്പൊ Q-test എഫക്റ്റീവ് ആവാത്തത് ഡേറ്റ സെറ്റ് ലാർജ് ആകുമ്പോഴാണോ മൾട്ടിപ്പിൾ ഔട്ട്ലയേഴ്സ് വരുമ്പോഴാണോ? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാം Q-test നമ്മൾ എടുത്ത് പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തായാലും മൾട്ടിപ്പിൾ ഔട്ട്ലയേഴ്സ് വരുമ്പോഴായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. കാരണം മൾട്ടിപ്പിൾ ഔട്ട്ലയേഴ്സ് വരുമ്പോൾ അത് വാലിഡ് ആവില്ല, കാരണം നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ കറക്റ്റ് കുറച്ചും കൂടെ. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തോട്ട് പോകണം. To apply the Q-test correctly, you must ensure the data set is ordered, apply it to unordered data, use it for large data set, ignore outliers. ഔട്ട്ലയറിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് തന്നെ തെറ്റാണുള്ള സ്റ്റേറ്റ്മെന്റ്, കാരണം ഔട്ട്ലയർ കണ്ടുപിടിക്കാനാണ് Q-test. യൂസ് ഇറ്റ് ഫോർ ലാർജ് ഡേറ്റ സെറ്റ് അല്ല, സ്മാൾ ഡേറ്റ സെറ്റിന്റെ കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതും തെറ്റായിരുന്നു. കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്? ചെറിയ ഡേറ്റ സെറ്റ് എടുത്താൽ പോരാ, വലിയ ഡേറ്റ സെറ്റ് തന്നെ എടുക്കണം. ഔട്ട്ലയറിനെ ഇഗ്നോർ ചെയ്ത് ഔട്ട്ലയറിനെ എടുക്കണം നമ്മൾ. അപ്ലൈ ഇറ്റ് അൺഓർഡർഡ് ഡേറ്റ, അൺഓർഡർഡ് ഡേറ്റയിൽ അല്ല അപ്ലൈ ചെയ്യണം, എന്തിനാണ്? ഓർഡേർഡ് ആയിട്ടുള്ള, എൻഷുവർ ദ ഡേറ്റ ഈസ് ഓർഡേർഡ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ട് Q-test അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡേറ്റ സെറ്റിനെ ഓർഡർ ആക്കാണ് വേണ്ടത്. ആൻസർ ഓപ്ഷൻ. ഓക്കെ, അടുത്തിലോട്ട് പോകും. Q-test is used primarily in which stage of data analysis? ഏത് ഡേറ്റ അനാലിസിസിലാണ് നമ്മൾ Q-test യൂസ് ചെയ്യുന്നത്? ഡേറ്റ കളക്ഷൻ നമ്മൾ Q-test ചെയ്യണോ? ഡേറ്റ കളക്ട് ചെയ്തെടുക്കുക, അതിന് നമ്മൾ Q-test ചെയ്യേണ്ട കാര്യമില്ല. ഡേറ്റ മോഡലിംഗ് ചെയ്യേണ്ട. ഡേറ്റ ഇന്റർപ്രട്ട് ചെയ്യുമ്പോൾ നമുക്ക് Q-test ചെയ്യേണ്ട. ഡേറ്റ ഇന്റർപ്രട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ Q-test ചെയ്ത് ഏതൊക്കെ ഡേറ്റ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് ഡേറ്റ ഇന്റർപ്രട്ട് ചെയ്യുന്നത്. അതുമല്ല. സോ ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂസിൽ ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ കളയണം എന്ന് തീരുമാനിച്ചാലേ നമുക്ക് ഡേറ്റയെ പിന്നെ പ്രോസസ്സ് ചെയ്ത് ഇന്റർപ്രട്ട് ഫൈനൽ റിസൾട്ടിലൊക്കെ എത്താൻ പറ്റും. അപ്പൊ അതിന് മുന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ പ്രീ പ്രോസസ്സിംഗിലാണ് നമ്മളിത് ചെയ്യുന്നത്. ബി എന്നാണ് എഴുതിക്കുന്നത്. ഓക്കെ, ബി ആണ്, ബി എന്നാണ് എഴുതുന്നത്. ക്രിട്ടിക്കൽ വാല്യൂ ഫോർ ദി Q-test ഈസ് ബേസ്ഡ് ഓൺ സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ, സാമ്പിൾ വേരിയൻസ്, സാമ്പിൾ മീൻ, ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സാമ്പിൾ സൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവലാണ്, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Next, the Q-test assumes that the data set is free from extreme outliers. The data set is perfectly normal. There is only one suspected outlier. The data set is randomly sampled. നോക്കാം, Q-test assume ചെയ്യുന്നത് the data set is free from extreme outliers. ഔട്ട്ലയേഴ്സ് ഫ്രീ ആണെന്നുള്ളതല്ല Q-test assume ചെയ്യുന്നത്, അല്ലേ? ഔട്ട്ലയറിനെ കണ്ടുപിടിക്കാൻ തന്നെയാണ് Q-test. The data set is perfectly normal. Q-test വഴി പെർഫെക്റ്റ്ലി നോർമൽ ആണോ എന്നല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, അബ്നോർമാലിറ്റി ഉണ്ടോ തന്നെയാണ്. There is only one suspect outlier ആണോ? രണ്ട് സസ്പെക്ട് ഔട്ട്ലയേഴ്സ്, രണ്ടിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ Q-test ചെയ്യാതാവും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡേറ്റ സെറ്റ് ഈസ് റാൻഡംലി സാമ്പിൾഡ്. റാൻഡം ആയിട്ട് സാമ്പിൾ ചെയ്ത് നമുക്ക് ഔട്ട്ലയർ വരാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? Q-test യൂസ് ചെയ്യുന്നത്. ഓക്കെ, the Q-test is often used in conjunction with normality test, mean comparison test, variance test, distribution fitting test. എപ്പോഴാണ് നമ്മൾ Q-testനെ എന്തുമായിട്ട് ചേർത്ത് യൂസ് ചെയ്യുന്നത്? നോർമാലിറ്റി ടെസ്റ്റുമായിട്ടാണ്, അല്ലേ? നോർമൽ കണ്ടീഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ നോർമാലിറ്റി ടെസ്റ്റുമായിട്ടായിരിക്കും. ഓപ്ഷൻ എ. The value being tested in the Q-test is compared to
the largest value in the data set, the smallest value in the data set, the value closest to the mean, the nearest value in the data set. നമ്മളൊരു ക്യൂ ടെസ്റ്റിൽ ഒരു ഔട്ട്ലയറിനെ കണ്ടുപിടിച്ചു. അതിൽ നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അതിന്റെ നിയറസ്റ്റ് വാല്യൂമായിട്ടല്ലേ? വലിയ വാല്യൂ ആണെങ്കിൽ വലിയ വാല്യൂ നിയറസ്റ്റ് വാല്യൂ, ചെറിയ വാല്യൂ ആണെങ്കിൽ ചെറിയ വാല്യൂയുടെ നിയറസ്റ്റ് വാല്യൂ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ നിയറസ്റ്റ് വാല്യൂ ഇൻ ദ ഡേറ്റാ സെറ്റ്. ഡേറ്റാ സെറ്റിലെ നിയറസ്റ്റ് വാല്യൂമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ക്യൂ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ, ക്യൂ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂനെക്കാട്ടി കൂടുതലാണെങ്കിൽ, ക്യൂ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂനെക്കാട്ടി കൂടുതലാണെങ്കിൽ, ക്രിട്ടിക്കൽ വാല്യൂനെക്കാട്ടി കുറവാണെങ്കിൽ നമ്മളത് ക്ലിയർ അല്ല, ഡേറ്റ പോയിന്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഔട്ട്ലയർ ആണ്. സോ ദ വാല്യൂ ഇസ് ലൈക്ലി ആൻ ഔട്ട്ലയർ ആണ്. കാരണം നമുക്ക് കിട്ടുന്ന ക്യൂ വാല്യൂ നമ്മുടെ ടേബിളിലെ വാല്യൂനെക്കാട്ടി കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതൊരു ഔട്ട്ലയർ ആണ്, അതിനെ റിജക്ട് ചെയ്യാം. കുറവാണെങ്കിലാണ് ഔട്ട്ലയർ അല്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. Next, the Q-test is best used for data set with small sample size, large sample size, perfectly normal distribution, multi-modal distribution. ഈ പെർഫെക്റ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ആൻസർ എഴുതാം, പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ലാർജ് സാമ്പിൾ സൈസിലും പെർഫെക്റ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ടി ടെസ്റ്റ് കണ്ടതാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്മാൾ സാമ്പിൾ സൈസ്, ഈ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 30 താഴെ സാമ്പിൾസ് വരാവുള്ളൂ, ഇതിൽ 10 താഴെ വരാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തു കേട്ടോ. Q-test can be described as method of hypothesis of testing, a method of detecting outliers. വേണ്ട, ആൻസർ ഓപ്ഷൻ ബി ആണ്, മെത്തഡ് ഓഫ് ഡിറ്റക്ടിങ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയർ ഡിറ്റക്ട് ചെയ്യുന്ന ടെക്നിക്കാണ് Q-test. When applying Q-test, the suspected outlier should be the median value, the mean value, the value farthest from its neighbor. ശരിയല്ലേ? Q-test നമ്മൾ ഔട്ട്ലയർ ആക്കി എടുക്കുന്ന എന്താ? നോർമൽ വാല്യൂവിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വാല്യൂ. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ്, the Q-test is used in which field of study? Statistics, biology, chemistry, engineering. ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഓപ്ഷൻ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മൾ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ് ഡെഫിനിഷൻ. നെക്സ്റ്റ്, the Q-test can help to improve data quality, then model accuracy, hypothesis testing, experiment testing. എന്താ? ഡേറ്റ ക്വാളിറ്റി അല്ലെ? ഡേറ്റ ക്വാളിറ്റി കൂട്ടാനാണ് നമ്മൾ Q-test. കാരണം ഔട്ട്ലയറിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും കളഞ്ഞാൽ മതി. കാരണം അതിനെയും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻകോർപ്പറേഷനും കൂടെ നമ്മുടെ വാല്യൂസിനകത്ത് വരും. അത് നമുക്ക് കൂടുതൽ എറർ വരുത്തി വെക്കത്തേ ഉള്ളൂ. Answer option A. To determine the Q value, you need to know the range of the data set, the variance of data set, variance നമുക്ക് ആവശ്യമില്ല, the mean of data set, മീനും വേണ്ട, സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് Q-test ചെയ്യാൻ പറ്റും. പക്ഷെ Q വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സാമ്പിൾ സൈസ് വേണ്ട, കണ്ടുപിടിക്കണമെങ്കിൽ റേഞ്ച് ആണ് വേണ്ടത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ വലിയ വാല്യൂ എന്നുള്ള ഡിഫറൻസ്. അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Q-test critical value are the Q-test critical values are usually fixed variable based on significance levels and sample size based on empirical data derived from theoretical models. Qന്റെ ക്രിട്ടിക്കൽ വാല്യൂസ് അത് നമ്മൾ ചെയ്യുന്ന സാമ്പിൾ സൈസ് അല്ലെ, 3, 4, 5 സാമ്പിൾ സൈസ് വെച്ചിട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി. അതും പിന്നെ സിഗ്നിഫിക്കൻസ് ലെവൽ, ഏത് കോൺഫിഡൻസ് ലെവൽ നമ്മൾ എടുക്കണം, 90 ആണോ, 95 ആണോ, 98 ആണോ, അതിനനുസരിച്ച് സിഗ്നിഫിക്കൻസ് വാല്യൂസ് മാറും. അതുകൂടാതെ സാമ്പിൾ സൈസ്. ആൻസർ ഓപ്ഷൻ. ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് Q-test. Q-test is effective for large data set with multiple outliers, small data with single outliers. Answer option B ആണ്, small data set with single outliers. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് Q-testന്റെ ക്വസ്റ്റ്യൻസ് ആണ്. Q-test എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഒരു ഡിക്സൺ Q-test ആണ് നമ്മൾ അറിയപ്പെടുന്നത്. ഒരു ഔട്ട്ലയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഔട്ട്ലയറിനെ സസ്പെക്ട് ചെയ്യുന്ന ആളെ എടുക്കുക, നിയറസ്റ്റ് നെയ്ബറിന്റെ മൈനസ് ഡിവൈഡ് ബൈ എക്സ്ട്രീം വാല്യൂസിന്റെ മൈനസ്. ഇതാണ് നമുക്ക് Q-test. ആ വാല്യൂ നമ്മുടെ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുക. ടേബിളിന്റെ വാല്യൂനെക്കാട്ടിയും കുറവാണെങ്കിൽ അതൊരു ഔട്ട്ലെയർ അല്ല, നമ്മൾ വാല്യൂവിൽ ഉൾപ്പെടുത്തണം. ടേബിളിന്റെ വാല്യൂനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ Q-test യൂസ് ചെയ്യുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കി. ഇത്രയുമാണ് നമുക്ക് Q-testനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിച്ചോളാം. നമുക്ക് ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, F ടെസ്റ്റ്. അതും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും.